നമസ്കാരം. മറിയക്കുട്ടിയുടെ ഹർജിയിൽ എന്ത് മറുപടി നൽകും ഇനി സംസ്ഥാന സർക്കാർ? സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച കോടതി മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകണം എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. പണമില്ല എന്ന് കൈമലർത്തുന്ന സർക്കാരിനോട് ആഘോഷങ്ങളെല്ലാം നടത്താൻ പണമുണ്ടല്ലോ എന്നുകൂടി ചോദിച്ചു. കേന്ദ്രം വിഹിതം നൽകുന്നില്ല എന്ന് സംസ്ഥാനം പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനോടും കോടതി വിശദീകരണം നേടിയിട്ടുണ്ട്. ഈ തിരിച്ചടി ഒഴിവാക്കാമായിരുന്നില്ലേ സംസ്ഥാന സർക്കാരിന്? പെൻഷനുകൾ മുടങ്ങുന്ന കാലമെന്ന നിരന്തര ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി എന്ത് ന്യായീകരണം മതിയാകും? പരിശോധിക്കുന്നു സ്പെഷ്യൽ ഡിബേറ്റ്. സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം മറിയക്കുട്ടി തന്നെ പങ്കെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഒപ്പം മാധ്യമപ്രവർത്തകനും കോൺഗ്രസ് നിരീക്ഷകനുമായ എൻ ശ്രീകുമാർ, ഹെൽത്തി ലിവിംഗ് ട്രസ്റ്റിൻ്റെ ചെയർമാനായ MS വേണുഗോപാൽ, ഒപ്പം BJP നേതാവ് അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, മനുഷ്യാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാൽ, ഒപ്പം ഇടത് സഹയാത്രികൻ റിജി ലൂക്കോസിനെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ വേണുഗോപാൽ, മാസങ്ങൾക്ക് മുൻപ് കേട്ട ഒരു പരാതിയും വിഷമമൊക്കെയായിരുന്നു മറിയക്കുട്ടിയുടേത്. അത് വലിയ വിവാദമാകുന്നു, വലിയ വാർത്തയാകുന്നു, ആ രീതിയിലോ ചർച്ചകളൊക്കെ നടക്കുന്നു. അന്ന് അത് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചു, അതുണ്ടായില്ല. അതിനുശേഷം ഇതാ കോടതി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് രൂക്ഷമായിട്ടുള്ളൊരു വിമർശനത്തിലേക്ക് കടക്കുമ്പോൾ ഇത്ര തുച്ഛമായിട്ടുള്ള ഒരു ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ സംസ്ഥാനത്തിനുണ്ട് എന്നുകൂടി അതിനൊരു വിലയിരുത്തൽ വരുന്നില്ലേ? കുറഞ്ഞപക്ഷം അങ്ങനെ ഒരു ധ്വനി, മനഃപൂർവ്വം ക്ഷേമ പെൻഷനുകൾ നിഷേധിക്കുന്നു എന്നുള്ളൊരു ധ്വനി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെ എന്ന് കരുതണോ? അല്ല, തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ വളരെ പ്രതിസന്ധിയിലാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഇത് ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പ് ഞാൻ മറ്റൊരു ചാനലിൽ ഇത് പറഞ്ഞപ്പം എല്ലാവരും പുച്ഛിച്ചു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു, ശമ്പളവും പെൻഷനും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരാൻ പോകുന്നു, അതുപോലെ തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഒരുപക്ഷെ വേണ്ടി വന്നേക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പം എനിക്ക് ഒരുപാട് പുച്ഛവും അവജ്ഞയുമാണ് ആൾക്കാരിൽ നിന്നുണ്ടായത്. അത് നമ്മൾ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള കാൽക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് പറ്റുന്നതാണ്. നാം ധൂർത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയും നമ്മുടെ വരുമാനം ഒട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു പ്രതിസന്ധിയിൽ ചെന്ന് ചാടും. തീർച്ചയായിട്ടും കേരള സർക്കാരിന് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കരുത് എന്നൊരാഗ്രഹമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം അത് ഒരു സർക്കാരിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടെ പ്രശ്നമാണ്. 1600 അല്ല 3000 കൊടുക്കുമെന്ന് പറഞ്ഞൊരു സർക്കാരാണ്. അപ്പോൾ 1600 കൊടുത്തില്ലെങ്കിൽ അവർക്ക് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണെന്ന് ഈ സർക്കാരിന് തന്നെ ബോധ്യമുണ്ട്. പക്ഷേ അവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി, ഇതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നുള്ളതാണ് ഹൈക്കോടതിയിലും കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും ഒക്കെ ചിന്തിക്കേണ്ട വിഷയം എന്നുള്ളതാണ് പ്രധാനം. അതിന് പക്ക ഉത്തരവുകളാണ് ഉണ്ടാവേണ്ടത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് നമ്മുടെ ക്ലിഫ് ഹൗസിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് സൈക്കിളിൽ പോകുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് ദയനീയമാണ് നമ്മുടെ ഖജനാവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ വിശകലനം ചെയ്യേണ്ടതൊന്നുമില്ല. കാരണം നമ്മുടെ ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയും നമ്മുടെ വരുമാന മാർഗങ്ങൾ അല്പം പോലും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാമ്പത്തിക തത്വദീക്ഷയില്ലാത്ത ഒരു പോളിസിയും രീതിയും നമ്മൾ കൈക്കൊണ്ടുവരികയാണ്. അത് സെക്രട്ടേറിയറ്റ് മുതൽ നമ്മൾ പഞ്ചായത്ത് വരെ നോക്കിയാൽ കാണാവുന്നതാണ്. എല്ലായിടത്തും ധൂർത്തിൻ്റെ അങ്ങേയറ്റം സംഭവിക്കുന്നു. ഇങ്ങനെ ഇത് കാട്ടിലെ തടി തേവരുടെ ആന, എല്ലാ കാലവും ഞങ്ങൾക്ക് ഇങ്ങനെ കൊയ്തുകൊണ്ടിരിക്കും. രണ്ട് വിഷയമാണ്. ചെലവ് കൂടുന്നു, വരുമാനം കുറയുന്നു എന്ന് പറയുന്നതും ധൂർത്ത് എന്ന് പറയുന്നതും, അതും രണ്ടാണ്. തീർച്ചയായിട്ടും അതെ. കാരണം ഇത് ഒരു പരിധി വരെ ഇത് കുറയ്ക്കാനായിട്ട് ധൂർത്ത് കുറച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ആ ധൂർത്ത് കുറയ്ക്കേണ്ടത് ആണ് നമ്പർ 1 നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഞാൻ സൈക്കിളിൽ പോകുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഭംഗ്യന്തരണയാണെങ്കിലും അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇതിൻ്റെ ഒരു മുറുക്കിപ്പൊടി തുടങ്ങിയില്ലെങ്കിൽ താഴോട്ട് ആരും ഇത് ഗവനിക്കില്ല. ഏറ്റവും മുകളിൽ എപ്പോൾ പിടി മുറുക്കുന്നോ അപ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ മറിയക്കുട്ടി ചേട്ടത്തിയെ പോലുള്ളവർ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇത് ഉണ്ടാക്കാൻ പോകുന്ന സിറ്റുവേഷൻ വളരെ വലുതാണ്. ലോകത്തൊരു വലിയ ചൊല്ലുണ്ട്, ഹൈ പെൻഷൻ ബൈ ടെൻഷൻ എന്ന്. അതായത് വാർദ്ധക്യകാലത്ത് ഒരു പ്രത്യാശയുടെ ഒരു ചെറിയ കിരണമാണ് ഈ 1600 രൂപ. കാരണം എനിക്ക് ഒരു നേരത്തെ വെള്ളമെങ്കിലും കഞ്ഞിയെങ്കിലും കുടിച്ച് കിടക്കാമെന്നുള്ള
ഒരു മനുഷ്യൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹമാണ് ഈ 1600 രൂപ. പെൻഷനുകൾ മൊത്തം ഈ രീതിയിൽ മുടങ്ങുകയാണോ, ഇതൊരു ജനറലൈസ് ചെയ്ത് പറയാവുന്ന ഒരു ആരോപണമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ വേണുഗോപാൽ, ശ്രീ എൻ ശ്രീകുമാർ, ആവശ്യമെങ്കിൽ അഭിഭാഷകർക്കിടയിൽ പിരിവിട്ട് മറിയക്കുട്ടിക്ക് പണം നൽകുമെന്നാണ് കോടതി പറയുന്നത്. ഒരു വിഷയമുണ്ട്, അതിനെ കോടതി വിലയിരുത്തുന്നതിനൊപ്പം സംസ്ഥാനം കാണിക്കുന്നത് അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു നെഗ്ലിജൻസ് ആണ് എന്നാണോ കോടതി പറയുന്നത്? അതോ ഒരു ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്തിൻ്റേത് എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു? എത്ര ഗൗരവമായിട്ട് കാണേണ്ട ഒരു സംഭവമാണ് ഇന്നത്തെ ഉണ്ടായിരിക്കുന്നത്? ശ്രീമതി അപർണ, ഇതിൽ കോടതിയുടെ 2 നിരീക്ഷണങ്ങളാണ് ഞാൻ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത്. ഒന്ന് പറഞ്ഞു, ശ്രീമതി മറിയക്കുട്ടി ഒരു VIP ആയിട്ട് ഞാൻ കാണുന്നു എന്ന് കോടതി പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു വന്യവയോധികയായ വീട്ടമ്മ അവരുടെ പെൻഷന് വേണ്ടി കോടതിയിലെത്തിയപ്പോൾ അവരെ VIP ആയിട്ട് കോടതി പരിഗണിച്ചു. ഒരു സാധാരണ പൗരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണത്. രണ്ടാമത്തെ കാര്യം കോടതി പറഞ്ഞത് ആഘോഷങ്ങൾക്ക് പണമുണ്ടല്ലോ എന്നാണ്. ഈ ആഘോഷങ്ങൾക്ക് പണമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നവകേരള സദസ്സ് കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് മറിയക്കുട്ടിക്ക് കോടതി രക്ഷയാകാൻ പോകുന്നത്. ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ മണ്ഡലത്തിലും എത്തി ജനങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സദസ്സ് സംഘടിപ്പിച്ചിട്ട് ആ സദസ്സിൽ നിന്നും ഒരാൾക്ക് പോലും ഒരു ഉപകാരവും ഇല്ലാതെ വരുമ്പോഴാണ് ശ്രീമതി മറിയക്കുട്ടി കോടതിയിലെത്തിയിട്ട് കോടതിയിൽ നിന്നും ആനുകൂല്യം വാങ്ങാൻ പോകുന്നത്. അപ്പൊ മന്ത്രിസഭയെ കൊണ്ട് കാര്യമില്ല, കോടതിയെ കൊണ്ടാണ് കാര്യം, സാധാരണക്കാർക്കെന്ന് വരികയല്ലേ. ഈ 2 നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. VIP ആണ് ഈ ഹർജിക്കാരി എന്ന് പറയുമ്പോഴേ അവരുടെ ആവശ്യമാണ് അവിടെ VIP ആയിട്ട് വരുന്നത്. കാരണം ശ്രീമതി മറിയക്കുട്ടി ഇന്ന് ചാനലുകളോട് പറഞ്ഞത് ഞാൻ കേട്ടു, ക്രിസ്മസ് ആണ് വരുന്നത്, നല്ലൊരു ക്രിസ്മസ് ആണ് വരുന്നത്, എനിക്ക് നല്ല ഭക്ഷണം കഴിക്കണം, എനിക്ക് സുഖമായി കിടന്ന് ഉറങ്ങണം. നിസ്സാരമായ ഒരു വീട്ടമ്മയുടെ സാധാരണ ആവശ്യങ്ങളേ ഉള്ളൂ, എനിക്ക് അത്രേ ആവശ്യമുള്ളൂ എന്നൊരു പറയാണ്. അത് കൊടുക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണം മതി പഴയ കാലത്താണെങ്കിൽ മന്ത്രിസഭ രാജിവെക്കാൻ. എന്ന് വെച്ചാൽ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് പെൻഷൻ കൊടുക്കാൻ പോലും പറ്റാതെ ആഘോഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവിടുന്നു എന്ന് മുഖത്ത് നോക്കി പറഞ്ഞതിന് തുല്യമാണ് കോടതിയുടെ നിരീക്ഷണം. അല്ല, ശ്രീ എൻ ശ്രീകുമാർ, 57,400 കോടി എന്നുള്ളൊരു വലിയൊരു സംഖ്യ സംസ്ഥാന സർക്കാർ എടുത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് സർക്കാർ കടന്നു പോകുന്ന ഒരു പരാധീനതകൾ ഇതിനു മുന്നിലുണ്ട്. ഇപ്പം നാളെ ഏത് രീതിയിലാണ് കോടതിയിൽ ഉത്തരം പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വാദം ഇല്ലാതിരിക്കുകയില്ല. അല്ല, മുഖ്യമന്ത്രി എന്താ പറയുന്നത്? കടമാണ്. ഇപ്പൊ കഴിഞ്ഞ 7 വർഷമായിട്ട് ഇത്രയധികം കടമുണ്ടെന്ന് കഴിഞ്ഞ തവണ ഏതൊരു ഇതിൽ ഞാൻ കേട്ടു, 70 ലക്ഷം കോടിയിലധികം കടന്നൊക്കെ എന്തോ പറഞ്ഞേ കേട്ടു. ഇവർ ഒരുപാട് കണക്കുകൾ ഇവരെല്ലാവരും പറയുന്നുണ്ട്. ബാലഗോപാൽ പറയുന്നുണ്ട് കണക്ക്. കേന്ദ്രമന്ത്രി ഇവിടെ വരുമ്പോൾ ഇവർ വന്നതല്ലേ, നിർമ്മലാ സീതാരാമൻ. ശ്രീമതി നിർമ്മലാ സീതാരാമന്റെ മുമ്പിൽ എന്താ ഇവരുടെ നിവേദനം കൊടുക്കാൻ പോകാതിരുന്നത്? അവിടെ പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണ്ടേ? എന്താ അവതരിപ്പിക്കാതിരുന്നത്? പണ്ട് MK പ്രേമേന്ദ്രൻ ലോക്സഭയിൽ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ട് GSTയുടെ ആനുകൂല്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഗവൺമെന്റിനെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് ഇവർ കണക്ക് കൊടുത്തു, ആ പണം കിട്ടി. അപ്പൊ ഗവൺമെന്റിന്റെ മുന്നിൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു അവർ പറയുന്ന കണക്കിലെ കുറിച്ചൊരു ആത്മാർത്ഥക്കുറവുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഉച്ചക്കഞ്ഞി പ്രശ്നത്തിൽ ഹെഡ് മാസ്റ്റർമാർ കോടതിയെ സമീപിച്ചു. ഹെഡ് മാസ്റ്റർമാർ കയ്യിൽ നിന്നെടുത്ത പണം സർക്കാർ തരുന്നില്ലെന്നായിരുന്നു ഹെഡ് മാസ്റ്റർമാരുടെ ആക്ഷേപം. അപ്പൊ കോടതിയിൽ ഗവൺമെന്റ് പറഞ്ഞത് ഈ പണം കേന്ദ്രം തരുന്നില്ല, കേന്ദ്ര പദ്ധതിയാണെന്ന്. അപ്പൊ കോടതി ഒരു ചോദ്യം ചോദിച്ചു, എങ്കിൽ നിങ്ങൾ കേന്ദ്രത്തെ ഒഴിവാക്കി ചീഫ് മിനിസ്റ്റേഴ്സ് ഉച്ചക്കഞ്ഞി എന്നാക്കാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഉച്ചക്കഞ്ഞി. അതിൽ അടുത്ത ദിവസം കോടതിയിൽ ഗവൺമെന്റ് പറഞ്ഞെന്താ അറിയാമോ? ഹെഡ് മാസ്റ്റർമാർ കണക്ക് തരാത്തതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്. അപ്പൊ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ആക്കിക്കൂടെ എന്ന് കോടതി ചോദിച്ചപ്പോൾ തിരിച്ചു പറഞ്ഞു. ഇത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടില് ഒരുപാട് പെൻഷൻ കുടിശ്ശിക കൊടുക്കാറുണ്ട്. 2-3 മാസത്തെ കുടിശ്ശിക തന്നെയാണ്, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ ഈ കുടിശ്ശിക കൊടുക്കുമ്പോൾ ഇവരെന്താ പറയാ, ഒരു സർക്കസ് കലാകാരന്മാർക്ക് പെൻഷൻ എത്ര പേരുണ്ടത്? അപ്പൊ പ്രഖ്യാപിക്കുകയാണ്, ഇത് കൊടുത്തതല്ലോ, ഇപ്പൊ പ്രഖ്യാപിച്ചതാ സർക്കസ് കലാകാരന്മാർക്ക് പെൻഷൻ. ഇപ്പൊ എത്ര സർക്കസ് താരങ്ങളുണ്ട് നമ്മുടെ നാട്ടില്? അതേനെ വെച്ച് കർഷക തൊഴിലാളി പെൻഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അറിയാം എത്രയോ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതുപോലെ അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പിന് പെൻഷൻ പ്രഖ്യാപിച്ചിട്ട് പറ്റിക്കുക. എന്നിട്ട് ഈ നവകേരള സദസ്സ് നടത്തുമ്പോൾ നവകേരള സദസ്സിന്റെ തുടക്കം വിട്ടിട്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾക്ക് മാത്രമേ കയറാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു.
തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നവകേരള സദസ് കൊണ്ട് ഗുണമില്ല സാധാരണക്കാരന്. അവിടെയാണ് ശ്രീമതി മറിയക്കുട്ടി കോടതിയിൽ പോയത്. അവർ കോടതിയിൽ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഉണ്ടായി. ഇവർ ഈ പെൻഷന് വേണ്ടി അപേക്ഷിച്ച് കിട്ടാതായി ഇവരത് സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ വലിയ മറ്റേ വിഷയമായി മാറിയപ്പോഴേ പിറ്റേന്ന് പെൻഷനും കൊണ്ട് ചെന്നില്ലേ ഉദ്യോഗസ്ഥന്മാര്. അപ്പൊ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന ആ ഒരു നമ്മുടെ ആ ശൈലി ശരിയാവുകയല്ലേ? എന്തുകൊണ്ടാണ് ശ്രീമതി മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുത്ത പോലെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് പെൻഷൻ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകാതിരുന്നത്? അവരൊക്കെ ഇനി കോടതിയിൽ പോകണം. ഞാൻ തിരികെ എത്താം. ശ്രീ രാജു വാഴക്കാല, 1600 രൂപ എന്നുള്ളൊരു ക്ഷേമ പെൻഷൻ ഇത് കൊടുക്കാൻ പോലും കഴിവില്ലാതെ നിൽക്കുന്ന സർക്കാർ എന്ന് മനസ്സിലാക്കണോ? അതോ കോടതി വിമർശിക്കുന്നത് പോലെ ആഘോഷങ്ങൾക്ക് പണം ഉണ്ടല്ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ധൂർത്ത് നടത്താൻ പണമുണ്ടല്ലോ, ഈ ചെറിയ തുച്ഛമായിട്ടുള്ള തുക കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട കേസായിട്ട് ആയിരിക്കില്ലല്ലോ പറയുന്നുണ്ടാവുക. ആ രീതിയിലുള്ള പരാതികൾ ഇനിയുമുണ്ട് എന്ന് പ്രതിപക്ഷവും കോൺഗ്രസും ഒക്കെ പറയുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിനകത്തെല്ലാം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ സംസ്ഥാനത്തുടനീളം യാത്ര നടത്തുകയാണ് എന്ന് പറയുന്ന സർക്കാർ ഈ പൾസൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് കോടതി മനസ്സിലാക്കുന്നു. അങ്ങനെയാണോ തിരിച്ചറിയേണ്ടത്? അങ്ങനെയൊന്നും അല്ല തിരിച്ചറിയേണ്ടത്. ഇപ്പോ ശ്രീകുമാർ സാർ ചർച്ചയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. തനി എന്താ പറയുക, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന രീതിയിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരിക്കും. അതിനു മുമ്പ് പങ്കെടുത്ത പാനലിസ്റ്റ് പറഞ്ഞ എനിക്ക് അറിയില്ല, പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ മറിയക്കുട്ടി ഇന്ന് ഹൈക്കോടതിയിൽ പെൻഷൻ കിട്ടുന്നില്ല എന്നും പറഞ്ഞ് കേസിന് പോയതിൽ ഒരു കാര്യം സത്യം എനിക്ക് സന്തോഷമുണ്ട്. വേറൊന്നുമല്ല, പെൻഷൻ അവകാശമാണെന്നുള്ള ഒരു ബോധ്യം അവർക്ക് വന്നത്. അത് എന്നാ വന്നത്? ഈ 2016 ശേഷം. ഞാൻ ഒരു കാര്യം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ എനിക്ക് അവസരം തരണം. മറ്റു 2 പാനലിസ്റ്റ് പറഞ്ഞ് ഞാനൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലല്ല ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ഈ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ 18 മാസത്തെ പെൻഷൻ എൻ്റെ അമ്മയ്ക്ക് ഉൾപ്പെടെ കിട്ടാനുണ്ടായിരുന്നു. ആ വർഷം ആദ്യ ഓണത്തിന് 12,800 രൂപ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താണ്. കൈ നീട്ടി വാങ്ങിയാണ് എൻ്റെ അമ്മയ്ക്ക്. എൻ്റെ വീടിന്റെ അടുത്തുള്ള കർഷക തൊഴിലാളികൾക്ക് ഈ പൈസ 100ന്റെ കെട്ടുകൊണ്ട് കൊടുത്തപ്പോൾ ബോധം കെട്ട് വീണ അവസ്ഥ വരെ പല ഈ പെൻഷനേഴ്സിനും നേരിട്ട് ബോധ്യപ്പെട്ട് ഉള്ള കാര്യം പറഞ്ഞ. മറ്റുള്ള രാഷ്ട്രീയ ചർച്ചയിൽ പറഞ്ഞ വസ്തുതകളല്ലാത്ത പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അവതാരക പറയുന്നതല്ല, ഇതൊക്കെ നേരിട്ട് കണ്ടുള്ള അവസ്ഥയാണ്. നിങ്ങൾ കേരളത്തിലുള്ള 59 ലക്ഷത്തോളം പെൻഷനേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയും. ഇല്ലെങ്കിൽ അവർക്ക് ബാങ്കിൽ അക്കൗണ്ടിൽ വരുന്നവരെ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചറിയാം അവർക്ക് ആ വർഷം മുതൽ എങ്ങനെയാണ് പെൻഷൻ കിട്ടിയത്. ആ പെൻഷൻ 2016 മുതൽ 21 വരെ, ഈ 23 ആദ്യം വരെ കൃത്യമായിട്ട് ഈ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ അത് എങ്ങനെയാണ് കുടിശ്ശികയായതുള്ളതെന്നൊക്കെ നമുക്ക് ഒന്ന് വസ്തുതപരമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്താൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ പെൻഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് 2021 ജാനുവരി മുതൽ കഴിഞ്ഞ 2 വർഷത്തിലേറെയായി കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുണ്ട്. അപ്പൊ എല്ലാവരും പറയും കേന്ദ്ര സർക്കാരാണ് മുഴുവൻ പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തുലോം ചെറിയ 200-300 രൂപയാണ് ഒരു പെൻഷന്റെ വിഹിതമുള്ളത്. ബാക്കിയുള്ള സിംഹഭാഗവും 1600, 1300, 1400 സംസ്ഥാന വിഹിതമാണ്. ഞാനത് കഴിഞ്ഞ വിഷുവിന് RT പ്രകാരം രേഖകളെടുത്ത് വാർത്ത ചെയ്ത നമുക്ക് അപർണയ്ക്കൊക്കെ അറിയാം. ഈ വസ്തുതകളെല്ലാം നിൽക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട പല പദ്ധതികളിലെ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുക ലഭിക്കേണ്ട ഫണ്ട് കൃത്യമായിട്ട് തരാതിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം പോലും ഞാൻ RT പ്രകാരം എടുത്തൊരു വാർത്ത ചെയ്തതാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് 400 കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 31 കോടി രൂപ കുടിശ്ശിക വരുത്തിയിരിക്കും ഈ ഡിസംബർ വരെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ. അപ്പോൾ ഒരു എന്താ പറയുക, സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട ഫണ്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ കണക്കുകൾ നൽകിയിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് പറയും. സ്വാഭാവികമായിട്ട് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നതായിരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക്. 2 കാര്യം ശ്രീ രാജു വാഴക്കാല, ഞാൻ ഇടപെട്ട് ചോദിക്കുന്ന 2 കാര്യം എനിക്ക് പറയാൻ അവസരം തരണം. ഞാൻ ഇവര് പറഞ്ഞപ്പോ ഒന്നും ഞാൻ ഇടപെട്ടില്ല. ഇവര് പറഞ്ഞ ഏകദേശം ഓരോ സൈഡുകളിൽ നിന്ന് ഈ പെൻഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യഥാർത്ഥ വസ്തു എന്താണെന്ന് ഈ അവതാരക പോലും അത് ഇടപെട്ട് സംസാരിച്ചില്ല. ഈ ഞാൻ പറഞ്ഞോളൂ, ഈ പെൻഷന്റെ അവകാശം എന്നാണ് മറിയക്കുട്ടിയെ പോലുള്ള എൻ്റെ അമ്മ അച്ഛനൊക്കെ പോലുള്ളവർക്ക് തോന്നി തുടങ്ങിയത് എന്ന് മുതലാണ്. വെറും 600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ 18 മാസം കുടിശ്ശികിട്ട് പോയി. 1ാം പിണറായി സർക്കാർ 1000 ആക്കി. അത് 1600 ഇന്ന് നിൽക്കുന്നു. ആ പെൻഷൻ കിട്ടി. ഇപ്പൊ ആ പാനലിസ്റ്റ് പറഞ്ഞ പോലെ മരുന്ന് വാങ്ങിക്കാനും അപ്പൊ അവർ നിത്യച്ചെലവിന് ശരിയാണ്. പക്ഷേ ഇത് എങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു എന്ന് മുതലാണ് കുടിശ്ശിക വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പൊ കേന്ദ്ര സർക്കാർ തന്നെ സംസ്ഥാന സർക്കാരിന് 57,000 കോടി രൂപയോളം വിവിധ ഫണ്ടുകളിൽ നൽകാനുണ്ടെന്ന് പറയുന്നു. ഇതിൽ 50,000 രൂപ 50,000 കോടി കിട്ടിയാൽ തന്നെ വീണ്ടും 7,000 കോടി ഖജനാവിൽ മിച്ചമാണെന്നും
എല്ലാം നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെയാണ് തെറ്റായ വസ്തുതകൾ മറ്റു പാനലിസ്റ്റുകളും മറ്റു രാഷ്ട്രീയക്കാർ പറയുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ആർജവം പാനലിസ്റ്റ് അപർണയ്ക്കുണ്ട്. പക്ഷെ അത് പറയാതെ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് ചർച്ച മുന്നോട്ട് പോകുമ്പോൾ കേൾക്കുന്ന നമ്മുടെ ഈ അല്ല, ഈ പറയുന്നതിലൊരു ശ്രീ രാജു വാഴക്കല പറയുന്നതിലൊരു വലിയ ഒരു വിഷയമുണ്ട്. അവകാശമാണെന്ന് തോന്നി, ഇപ്പോഴാണ് അവകാശമാണെന്ന് അവർ മനസ്സിലാക്കിയത് എന്ന് പറയുന്നിടത്ത് അത് ഇതുവരെ അവകാശമായിരുന്നില്ലേ? സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യമായിട്ട് കണക്കാക്കണമായിരുന്നോ ഈ പെൻഷനെ? സെസ് പിരിക്കുമ്പോൾ അതിന് ആർജവം കാണിക്കുമ്പോൾ അതിന് സഹകരിക്കുന്ന ഒരു ജനതയുള്ള സംസ്ഥാനമാണ്. പെൻഷനെ പിന്നെ ഏത് രീതിയിലായിരുന്നു കണക്കാക്കേണ്ടിയിരുന്നത് ഇതുവരെ? അല്ല അപർണ, അപ്പൊ അവകാശം എന്ന് പറഞ്ഞ ഔദാര്യമല്ല, അവകാശം തന്നെയാണ്. പക്ഷെ ഈ അവകാശം 2016 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയപ്പോ ഒരു മറിയക്കുട്ടിയും ഒരു തങ്കമ്മ ചേച്ചിയും ഒരു കുഞ്ഞപ്പൻ ചേട്ടനെയും ഈ കേരള സമൂഹത്തിൽ കണ്ടില്ല കേസ് കൊടുക്കാനോ അതിന് പ്രതിഷേധിക്കാനോ ഒന്നും. ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് പറഞ്ഞതായിട്ട് വക്കീലുമാര് പിരിവിട്ട് കൊടുക്കുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഈ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാം. എന്തുകൊണ്ട് ഇവർ ഇപ്പോ 5 ലക്ഷത്തോളം പേരെ പെൻഷൻ ഇപ്പോ കട്ടായി പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവർ പെൻഷൻ കൃത്യമായിട്ട് മാസ്റ്റർ ചെയ്യുകയോ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ ചെയ്യാത്തവരെ കട്ടായി പോയിട്ടുണ്ട്. അത് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കുന്നവർക്ക് ആ പെൻഷൻ. അല്ല ശ്രീ രാജു വാഴക്കല, രണ്ട് വിഷയമുണ്ട്. സംസ്ഥാനം ഞെരുങ്ങുകയാണ്, വരുമാനം കിട്ടുന്നില്ല, വിഹിതം കിട്ടുന്നില്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ അനാസ്ഥ കാണിക്കുന്നു എന്ന് പറയുന്നിടത്ത് അപ്പോഴാണ് കോടതി പറയുന്ന ആ ഒരു പോയിന്റ് കൂടിയുണ്ട്. ധൂർത്ത് കാണിക്കുകയാണ്, ആഘോഷങ്ങൾ നടത്തുകയാണല്ലോ. അതായത് ഈ രീതിയിലാണെങ്കിൽ ചെലവറിഞ്ഞ് വരവറിഞ്ഞ് ചെലവ് ചെയ്യണമെന്ന് പറയുമല്ലോ. ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ സംസ്ഥാനം പാലിക്കുന്നില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു എന്ന് കരുതണ്ടേ? ആ കോടതിക്ക് നിരീക്ഷിക്കാമല്ലോ. ഞാൻ പറയും എന്താണ് ധൂർത്ത്? ഈ സംസ്ഥാനം 14 ജില്ലകളിലും മന്ത്രിമാരുൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കേൾക്കാനും ചെന്ന് എന്ത് ദൂർത്താണ്? ഖജനാവിൽ നിന്നും ഒരു പൈസ പോലും ചെലവഴിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കിട്ടേണ്ട വിഹിതം കൃത്യമായിട്ട് കിട്ടാത്ത കാര്യം എന്തുകൊണ്ട് മറ്റ് ഈ രാഷ്ട്രീയ പ്രവർത്തകരും ഈ പറഞ്ഞ കോടതികളോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകരും ഉന്നയിക്കുന്നില്ല? ഇപ്പൊ കിട്ടേണ്ട ചെണ്ട കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന രീതിയിൽ ഈ ചർച്ചകളും ഈ വസ്തുതകളും നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എത്രയൊക്കെ മൂടി വെച്ചാലും യഥാർത്ഥ വസ്തുത ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. നിങ്ങൾ എന്തൊക്കെ നുണ പറഞ്ഞാലും എന്തൊക്കെ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ പരത്തിയാലും അതെല്ലാം ഒരു നാൾ സൂര്യൻ നമുക്ക് ഒരു കാര്യം അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാജു വാഴക്കല, ഞാൻ തിരികെ എത്താം. മറിയക്കുട്ടി തന്നെ നമുക്കൊപ്പം ചേരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അവരിലേക്കൊന്ന് പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കേൾക്കാമല്ലോ അല്ലേ ശ്രീമതി മറിയക്കുട്ടി? കേൾക്കാമല്ലോ അല്ലേ? പറഞ്ഞോ, ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? കേൾക്കാം. കോടതി ഇടപെട്ടിരിക്കുന്നു. കോടതി കൃത്യമായ രീതിയിൽ കാര്യം പറയണം. എന്തുകൊണ്ട് മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുത്തില്ല അല്ലെങ്കിൽ കൊടുക്കുന്ന വിഷയത്തിനകത്ത് ഇടപെടണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴൊരു ആശ്വാസമായോ ഇന്നത്തെ സംഭവങ്ങളെല്ലാം അറിഞ്ഞു? ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. ഈ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നാണ് പറയുന്നത്. സർക്കാർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ? ഇഷ്ടം പോലെ പണമുണ്ട്. പണമില്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു മാസം ഇങ്ങനെ കറങ്ങി അടിക്കണേന് ഈ വിനോദയാത്ര നടത്തണേന് ഇഷ്ടം പോലെ ബക്കറ്റ് ഒരു കോടികൾ കണക്ക് അവർ മെടുത്തിട്ടുണ്ട്. തൊഴിലുറപ്പുകാരുടെ അവരെ ഇഷ്ടം പോലെയാ. പിന്നെ മറിയക്കുട്ടി ചേച്ചി 2016 മുമ്പ് കണ്ടില്ലായിരുന്നു കേട്ടാ ഈ പെൻഷൻ. ഞാൻ തിരികെ എത്താം രാജു വാഴക്കല, ഞാൻ തിരികെ എത്താം. അവര് പറയട്ടെ, അവർക്ക് ചിലപ്പോ ഫീഡ്ബാക്ക് കിട്ടില്ല. അവര് പറയട്ടെ. മറിയക്കുട്ടി പറഞ്ഞോളൂ. പെട്രോളിന്റെ കാശുണ്ടല്ലോ, ഒരു ലിറ്ററിൽ 2 രൂപ വെച്ച് പെൻഷൻ മേടിക്കണ്ട്. ഞങ്ങളുടെയൊക്കെ നികുതി പണം മേടിക്കണ്ട്. ഇവരുടെ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുപോകണ്ട. അത് ഇനി തന്നാ മതി. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഇഷ്ടം പോലെയുണ്ട്. ഗവൺമെന്റും കൊടുക്കണ്ട്, കേന്ദ്രവും കൊടുക്കണ്ട. അത് ഇവരുടെ ഉല്ലാസത്തിനല്ല, ജനക്കും കൂടെ കൊടുക്കാനാ കോടതി കേന്ദ്രം കൊടുക്കണേ. അത് ഇവരെന്തിനാ വിനോദയാത്രയ്ക്ക് ഉപയോഗിക്കണേ? അതിന്റെ ആവശ്യം എന്നാ? ജനങ്ങൾക്ക് ഒരു ഉപകാരമല്ല, ഉപദ്രവമല്ല, തല്ലുകൊള്ളുക പിള്ളേരില്ല. ഇവരാർക്ക് വേണ്ടിയാ ഈ വിനോദയാത്ര നടത്തിയ? ഒരു റേഷൻ ഇല്ല ഞങ്ങൾക്ക്, ഈ പറഞ്ഞ ഒരു വസ്ത്രമില്ല, ഒരു ആഹാരവും ഇല്ല, ഈ പറഞ്ഞ ഒന്നുമില്ല. അപ്പൊ ഇവരാർക്ക് നടത്തണം? ഈ പെൻഷൻ ഇല്ലെങ്കിൽ ഇവർ ഇറങ്ങിപ്പോട്ടെന്നേ. ഇവരോട് ആരാ അവിടെ ഇരിക്കാൻ പറയണേ? ഈ പിണറായി ഇറങ്ങിപ്പോട്ടെ, അവരെ ഇരിക്കണ്ടേ, ഇറങ്ങിപ്പോട്ടെ. ഇവിടെ ഭരിക്കാൻ ആമ്പിള്ളേരുണ്ടെന്നേ, ഇയാൾ പോട്ടെ.
അല്ല മറിയക്കുട്ടി, ഇപ്പോ ഒരുപാട് പേര് 2016 ഇതുപോലെ ആൺപിള്ളേരുണ്ടായിരുന്നില്ലെന്നും. ഇതുപോലെ ഒരുപാട് പേര് മറിയക്കുട്ടി, ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട്. ഒരു മറിയക്കുട്ടിമാരല്ല, പല മറിയക്കുട്ടിമാരുണ്ട്, പലർക്ക് പരാതിയുണ്ട്. ഈ പരാതിയൊക്കെ പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന യാത്രയാണെന്നാണ് സർക്കാർ പറയുന്നത്. അത് വിശ്വസിക്കുന്നേ ഇല്ല അല്ലേ? ഈ സർക്കാർ പറയുന്ന ഒരു മനുഷ്യൻ പോയിട്ട് ഒരു മൃഗങ്ങൾ വരെ വിശ്വസിക്കുകയല്ലോ. അയാളുടെ വാ തുറന്ന കാലം നുണയല്ലേ. അയാൾക്കിടെ ജോലി ഗുണ്ടപ്പണിയാ. കണ്ടില്ല പിള്ളേരൊക്കെ അടിച്ചു വായിക്കടി മൂക്കിക്കടി ചോര ഒഴുക്കി. അത് അവരുടെ നിത്യത്തൊഴിലാ. ഈ കമ്പനിക്കാരുടെ നിത്യത്തൊഴിലാത്. അവരുടെ സ്ഥിരം ജോലി അതാ. പണ്ട് അതാണ് വക്കറ്റ് തിരുവ്, കടകള് തകർക്കല്, മീൻ പാര്, എവിടെയെങ്കിലും 1 കിലോ മീൻ വെച്ചിട്ടുണ്ട് അത് കൈയിട്ട് വാരില്, അത് തല്ലിപ്പൊളിക്കല്. ഇവർക്ക് പാരമ്പര്യ ജോലിയത് ഇവരുടെ. ഈ CPM-ന്റെ പാരമ്പര്യ ജോലിയാ അത്. പിന്നെ ഇവർക്ക് ഇല്ലാവന്നെ എങ്ങനെ? ഇവർ ആർക്ക് വേണ്ടി ഈ വിനോദയാത്ര നടത്തിയ? ഈ പിണറായിക്ക് ആമയുടെ ഓട്ടി കൊണ്ട് കുപ്പായം തയ്ച്ചേക്കുമല്ലേ നാണം കെട്ടവൻ. ഈ പിണറായി നാണം കെട്ടവൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആണ്, മാത്രമല്ല ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു സർക്കാരിന്റെ രീതിയിൽ നമ്മൾ വല്ലാത്തൊരു ദേഷ്യമുണ്ട് സർക്കാരിന്റെ അടുത്തല്ലേ? തീരെ വിശ്വാസമില്ല സർക്കാരിന്. ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഞാൻ ജനിച്ചിട്ട് കണ്ടിട്ടില്ല. ഇതുപോലെ ഒരു മുഖ്യമന്ത്രി, ഇത്ര വൃത്തിയായിട്ടുള്ള മുഖ്യമന്ത്രിനെ ഞാൻ ജനിച്ചിട്ട് കണ്ടിട്ടില്ല. ഇത്രയും പ്രായത്തിനായിട്ട് പിണറായിനെ കഴിഞ്ഞ് മൂത്തയാൻ ഇതുപോലെ വൃത്തിയായിട്ടവനെ കണ്ടിട്ടില്ല. ഇത്രയും കാലമാണ് പറയാൻ, ഇത്രയും നാണം കെട്ടവൻ. ഇതൊക്കെ ഇങ്ങനെയായ ഭാഷ തന്നെ സംസാരിക്കണം. ഇതുപോലെ തത്സമയ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ചാനലിന്റെ ചർച്ചയുടെ തന്നെ വിശ്വാസം തകർന്നു. എത്ര മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട്? എത്ര മാസത്തെ പെൻഷനാണ് ഇനി കിട്ടാനുള്ളത്? 5 മാസമുണ്ട്. ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുമ്പോ ഈ കേന്ദ്ര സർക്കാർ കാശ് കൊടുക്കുന്നില്ല, കേന്ദ്രം കൊടുക്കണത് ഇവര് വിഴുങ്ങാതെ വന്നാ മതിയായിരുന്നല്ലോ. ആ പെട്രോൾ മേടിക്കണേന്റെ നികുതി അവരെന്തിനാ 2 രൂപ പിടിക്കണം? ഈ പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. വെള്ളക്കരം, കറണ്ട് ബില്ല, എന്തെല്ലാം തരം കടന്റെ പഞ്ചായത്തിൽ ഇയാള് പിരിക്കണം. എന്നാ കൊച്ചങ്ങളെ വരെ പിരിക്കണ്ട. ഒരു കൊച്ചുണ്ട, അതിനങ്ങടെ പിരിവിടുക. അങ്ങനെയുള്ള പിണറായിക്ക് പൈസ ഇല്ലെന്ന് ഇത് ആരോടാ പറയണേ? ഈ SFI ഈ ഗുണ്ടകൾക്ക് ഇനി മാത്രം നായാടാനുള്ള പൈസ ഉണ്ടായ എങ്ങനെയാ? ഈ 1 മാസം കറങ്ങിയത് എങ്ങനെയാ? പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ എന്നാ ഞാൻ ചോദിക്കണത്. ഈ കളിയെല്ലാം കളിക്കണം ഈ ഗുണ്ടകളെല്ലാം ഈ പിണറായിനെ കൊണ്ട് ഈ കളി കളിപ്പിക്കണത്, ഈ കള്ള ഗുണ്ടകള്. മറിയക്കുട്ടി, ഈ ദേഷ്യം മുഴുവൻ പെൻഷന്റെ മാത്രമാണോ? ഈ പെൻഷന്റെ മാത്രമാണോ അതോ ഇതിനകത്ത് ഡാൻസ് കളിച്ചല്ലോ? മറിയക്കുട്ടി, ഒരു മന്ത്രിമാരിങ്ങനെ വിമാനത്തെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ? മറിയക്കുട്ടി, ഈ ദേഷ്യം മുഴുവൻ കാണിക്കുന്നത് പെൻഷന്റെ മാത്രമല്ല, മറ്റ് രാഷ്ട്രീയക്കാര് കോൺഗ്രസ്സുകാർ കൂടെ പറഞ്ഞിട്ടാണെന്നുള്ള ഒരു ആരോപണം ഉണ്ടല്ലോ. അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ടല്ലോ. കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടാണ് മറിയക്കുട്ടി ഈ രീതിയിൽ പറയുന്നത്. ഞാൻ ആദ്യം BJP-യിലായിരുന്നു, പിന്നെ RSS-ലായിരുന്നു, പിന്നെ മുസ്ലിം ലീഗിലായിരുന്നു. അത് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ പിണറായിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട, ഞാൻ ഇഷ്ടമുള്ളതിലെല്ലാം പോകും, ഞങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. പിണറായി അങ്ങനെ പറഞ്ഞല്ല. പിണറായിയോട് ചാനലിൽ തന്നെ പറഞ്ഞതാണ്. അത് പിണറായിയുടെ അനുവാദമൊന്നും വേണ്ട ഞങ്ങൾക്ക്. പാർട്ടി അത് ഞങ്ങളെ സൗകര്യത്തിൽപ്പെട്ടതാ. ഈ നമുക്ക് ക്ഷേമ പെൻഷനൊക്കെ ഉറപ്പ് വരുത്തിയത് പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ്. ഞങ്ങൾക്കല്ല. അല്ല നമുക്ക് ഈ ലോകത്തിലുണ്ടായിട്ടില്ല. പറയിപ്പിക്കരുത് ഈ ഗുണ്ടകള്. ഈ CPM-കാരും 5 വയസ്സായ കൊച്ചങ്ങളെ പീഡിപ്പിക്കാൻ നല്ലോണം അറിയാലോ. അവരുടെ മുഖ്യമന്ത്രി അതിന് ചൂട്ട് പിടിക്കല്ലേ? ഈ 5 വയസ്സായ 6 വയസ്സായ കൊച്ചങ്ങളെ പീഡിപ്പിക്കാൻ ഈ SFIക്ക് എന്നാ കഴിവാ? നാണം ഇല്ലല്ലോ നിങ്ങൾക്ക്. വാർത്ത വന്നിരിക്കാൻ നാണമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ക്ഷേമ പെൻഷൻ മാത്രമല്ല വിഷയം. പൊതുവെ സർക്കാർ ചെയ്ത എല്ലാ വിഷയങ്ങളിലും പ്രശ്നമുണ്ട് എന്ന് സർക്കാർ ചെയ്യണ്ട, ഇറങ്ങിപ്പോട്ടെ, മതിയായിട്ടാ. റേഷൻ 4 കിലോ ഉള്ളൂ. ആ സർക്കാർ ചെയ്തത് ആർക്കാന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ആ രാജ്യലക്ഷ്മിക്കൊക്കെ ആ കരിവേല വെച്ചവർക്കൊക്കെ ഈ പിണറായി കൊടുക്കണത്. ഞങ്ങൾക്കല്ല. അയാളുടെ പുറകിൽ ഒരു ഗുണ്ടകളുണ്ട്. ആ ഗുണ്ടകളെ ഞങ്ങളല്ല. ഈ 2018 മുൻപ് ഒരുപാട് പേർക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പെൻഷൻ കടലിന്റെ അക്കരയായിരുന്നു, മരുഭൂമിയിലായിരുന്നു. അത് ഞണ്ടും തിന്നുപോയി, ജനങ്ങൾക്ക് കിട്ടിയില്ല.
അല്ല ഞാൻ ചോദിക്കുന്നത് മറിയക്കുട്ടി, 2018 മുൻപ് ഒരുപാട് പേർക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും സർക്കാരിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ഇത്തരം ഗുണ്ടപ്പണിയില്ല. അന്ന് അരിക്കാണ്ടല്ല, എനിക്ക് 30 കിലോ അരി ഉണ്ടായിരുന്നു, എനിക്കിപ്പോ 4 കിലോ അരിയുള്ളൂ. ഇന്ന് 1 കിലോ മണ്ണ ഉള്ളി മേടിക്കണ രൂപ 100 കൊടുക്കണം, തക്കാളിക്ക് 100 കൊടുക്കണം. ഇവര് കേറിയാ പിന്നെ കൊച്ചക്കട അരിഞ്ഞാച്ചേട്ടന് കൊടുക്കണം 100 രൂപ. അപ്പൊ പിന്നെ ആ 600 പറയരുത്. 1 കിലോ ഇറച്ചിക്ക് 500 രൂപ കൊടുക്കണം. അന്ന് 2 രൂപ കൊടുത്താൽ കിട്ടുമായിരുന്നു, 4 രൂപ കൊടുത്താൽ കിട്ടുമായിരുന്നു. അപ്പൊ ആ വിഷാടം, പിണറായിയുടെ വിഷാടം ഞങ്ങൾക്ക് കേൾക്കരുത്. കൊറേ പറഞ്ഞ ഒത്തിരി പറഞ്ഞ സമയം കളയരുത്. അല്ല, ഒറ്റ കാര്യം കൂടെ, മറിയക്കുട്ടിക്ക് രാഷ്ട്രീയം ഉണ്ടോ? ഏത് പാർട്ടിക്കാര് അധികാരത്തിൽ വരണമെന്നാണ് ഉപദ്രവിക്കണ ഈ 6 വയസ്സായ 5 കൊച്ചങ്ങളെ പീഡിപ്പിക്കണതൊക്കെ എനിക്ക് രാഷ്ട്രീയം കൂടാതെ ഒരു രാഷ്ട്രീയം വേറെ കൂടെയുണ്ട്. അല്ല, ഈ സർക്കാർ മാറിയിട്ട് ആര് അധികാരത്തിൽ വരണമെന്നാണ്? അത് ഞാൻ പണ്ട് BJP-യിലായിരുന്നു, പിന്നെ RSS-ലായിരുന്നു. അല്ല, ശരിക്കും ഞാൻ ചോദിക്കുകയാണ്, ആര് വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് ഒരു വിശ്വാസം? എനിക്ക് അങ്ങനെയാ. ഞാൻ ഈ വൃത്തിയാട്ടതിന്റെ കൂടെ നിൽക്കാറില്ല, ഒരിക്കലും നിൽക്കാറില്ല ഈ പിണറായിയുടെ പാർട്ടിയുടെ കൂടെ. ഇത്ര വൃത്തിയാട്ട പാർട്ടി. കാരണം ആ കാലത്ത് മീൻ വെച്ചും വിറ്റ് വിൽക്കാൻ വെച്ചിട്ട് അതും കൈയിട്ട് വരിക്കൊണ്ട് പോയി തിന്ന പാർട്ടിയാ. അറിയാവോ? നാണം കെട്ട പാർട്ടി. ഏത് പാർട്ടി വന്നാൽ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കുമെന്നാണ് വിശ്വാസം? ഏത് പാർട്ടി വന്നാൽ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കുന്നതാണ് മറിയക്കുട്ടി വിചാരിക്കുന്നത്? നമുക്ക് ഈ പാർട്ടിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇവരങ്ങ് മാറട്ടെ അധികാരത്തിൽ നിന്ന്, പകരം ആര് വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും? പറഞ്ഞില്ല, ഞാൻ ചോദിച്ചത് കേട്ടോ. നമുക്ക് ഇവരെ അങ്ങ് മാറ്റാം, പിണറായി സർക്കാരിനെ മാറ്റി നിർത്താം, ഈ പാർട്ടിയെ മാറ്റി നിർത്താം, പകരം ആര് വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് ഒരു വിശ്വാസം. സാങ്കേതിക വിഷയങ്ങളുണ്ട്, ഞാൻ തിരികെ എത്താം. ശ്രീ ഈ കൊച്ചുങ്ങളെ പീഡിപ്പിക്കണമെന്ന് എനിക്ക് രാഷ്ട്രീയമല്ല, ഈ പീഡിപ്പിക്കണമെന്ന് എനിക്ക് ഞങ്ങളെ പോലുള്ളവർക്ക് ഇഷ്ടമല്ല, രാഷ്ട്രീയം അല്ല. അതിന് പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് പാവം ചെയ്തിട്ട് ഈ കൊച്ചുങ്ങളെ തന്നെ ഈ CPM-കാര് പീഡിപ്പിക്കണേ? കോൺഗ്രസ്സുകാരെ തല്ലിയത് ശരിയായില്ല, കോൺഗ്രസ്സുകാരെ തല്ലിയത് ശരിയായില്ല അല്ലേ? പറഞ്ഞൊക്കെ ശരിയാ. അവര് പറഞ്ഞല്ല ശരിയാണോ? ആ പിള്ളേരെ എല്ലാം തല്ലി വായിക്കടിയും മൂക്കടിയും ചോര കഴിക്കുക, അത് ശരിയാണോ? അത് ശരിയാണോ? റവണറുടെ അടുത്തിരുന്ന പിള്ളേരെ ഉമ്മച്ചാണല്ലോ മാറ്റി, അതെന്നാ? അപ്പൊ പേടിയുണ്ടല്ലോ, പിണറായിക്ക് പേടിയുണ്ടല്ലോ. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഞാനതാ ചോദിക്കുന്നത് ശ്രീ മറിയക്കുട്ടി, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? നല്ല പിള്ളേർക്ക് അറിയാം, ഇത് നല്ലവണ്ണം ഭരിക്കാൻ പിള്ളേരുണ്ട്. ഈ 2 ഘട്ടം പോയാ നല്ല പിള്ളേരുണ്ട്. നല്ലവണ്ണം ഭരിക്കാൻ കഴിയുന്നത് ആരാണ്? പെൺപിള്ളേരുണ്ടല്ലോ, പിന്നെ ആൺപിള്ളേരെ പറയണേണ്ട. നല്ല ഭരിക്കാൻ പെൺപിള്ളേരുണ്ട്. IAS-കാരെ മറ്റേ ഇവര് മാറ്റണ്ടല്ലോ, IAS-കാരെ മറ്റേ ജോലിന്ന് മാറ്റണ്ടല്ലോ. ഇവർക്ക് എന്നാ വിദ്യാഭ്യാസം ഉണ്ടായിട്ടാ ഇവര് IAS-കാരെ മാറ്റണത്? ഇവിടെ IAS-കാര് പിള്ളേർ കടയക്കട ക്ലാസ് കഴുകാൻ പോകണ്ടല്ലോ. ഇവർ നല്ല പാർട്ടിയായിട്ടാണോ ക്ലാസ് കഴുകാൻ വേണ്ട? ഇവരുടെ മറ്റൂണിന് അവരുടെ മന്ത്രിമാര് അവിടുത്തെ തൂപ്പുകാരുടെ പിള്ളേർക്ക് ജോലി തിരികെ കയറ്റുണ്ടല്ലോ. ഇവിടുത്തെ പിള്ളേർ ഏതെല്ലാം രാജ്യത്ത് ജോലിക്ക് പോകണ്ടെന്നറിയാം, പഠിക്കാൻ പോകണ്ടെന്നറിയാം. ഇവിടുത്തെ ഫസ്റ്റ് ഭരണം പറയരുത്. ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം പിള്ളേരാ. ഈ തല്ലുകൊള്ളുന്ന രാഷ്ട്രീയമൊന്നുമില്ല. ഞങ്ങളുടെ പിള്ളേർ ഞങ്ങൾക്ക് എല്ലാവരും ഒന്നുപോലെയാ. ഇപ്പൊ അവിടെ തല്ലുകൊണ്ടാലും ഇവിടെ തല്ലുകൊണ്ട പിള്ളേർ ഞങ്ങളുടെ അന്നേ. ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റിയ, ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല വലുത്. ആ ചോര വേണത് ഞങ്ങൾക്ക് അതിന്റെ വിഷയം തന്നെയാ. ഞങ്ങൾ പിണറായിനെ പട്ടിയെ പോലെ കണക്കാക്കും ഈ പിള്ളേരെങ്ങനെ ചെയ്താ. കോൺഗ്രസ്സുകാരെ അടിച്ചത് ശരിയായില്ല അല്ലെ? കോൺഗ്രസ്സുകാരെ അടിച്ചത് ശരിയായില്ല അല്ലെ? കോൺഗ്രസ്സുകാരെ അടിച്ചത് ശരിയായില്ല. കോൺഗ്രസ്സുകാർക്ക് ഞാൻ കണ്ടിട്ടില്ല. ആര് ആ ഉമ്മൻചാണ്ടിയുടെ മേത്ത ചീമട്ട എറിഞ്ഞ് കല്ലെറിഞ്ഞിട്ട് ആ ചോര വന്നിട്ട് ആരെയും തല്ലിയില്ല. ആരെയും മുഖ്യ ചോര ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇഷ്ടം പോലെ കാണുന്ന ആളാ. ഇതൊക്കെ ഒരു വണ്ടിപ്പെരിയാർ ആ കൊച്ചിനൊക്കെ വന്നവനെ ആ വാതിലെല്ലാം അടച്ചിട്ട് അവനെ ജല തുറന്നു പോണ കണ്ടല്ലോ. പിന്നെ എന്തിനാന്നേ സാക്ഷി? 2 വാലും തുറന്ന് കുട്ടിയിട്ട് ജനലേക്കടെ ചാടി പോയവന് സാക്ഷി എന്തിനാന്നേ വെക്കണേ? അപ്പൊ പിണറായിയുടെ ആളെ ആയിട്ടല്ലേ രക്ഷിക്കണം? ഈ പിണറായി രക്ഷിക്കണ അല്ലേ? നിങ്ങൾ അങ്ങനെ പറയരുത്, രാഷ്ട്രീയം പറയരുത്. രാഷ്ട്രീയം ഇല്ല, ഇതിന് രാഷ്ട്രീയം ഇല്ല.
ഓക്കെ മറിയ ചേർത്ത് ഞാൻ തിരികെ എത്താം. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം. ഒന്ന് കുറച്ച് സമയം കൂടെ നമുക്കൊപ്പം, നമുക്ക് ഈ പറയുന്ന ഒന്ന് കേട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊപ്പം ഇരിക്കണം, പോകരുത് എന്ന ഒരു ഇതുണ്ട്. ഞാൻ രാജു വാഴക്കാലയിലേക്ക് എത്തണം, കാരണം രാജു വാഴക്കാലയ്ക്ക് ഇതിനകത്ത് മറുപടി ഉണ്ട്. താങ്കൾക്ക് പറയാനുള്ള സമയം ഞാൻ കൃത്യമായിട്ട് തരികയും ചെയ്യും. ശ്രീ പി കൃഷ്ണദാസ് നമുക്കൊപ്പമുണ്ട്. അതിന് മുന്നേ എനിക്ക് പക്ഷെ ഒന്ന് ഇടപെടാനുള്ളത് എനിക്ക് ശ്രീ എൻ ശ്രീകുമാറിൻ്റെ അടുത്താണ്. ഇതിനകത്ത് ഈ പറയുന്നതിനകത്ത് പെൻഷൻ മാത്രമാണോ വിഷയം? ഈ പറയുന്നതിനകത്ത് രാഷ്ട്രീയമില്ലേ? ഈ പറയുന്നത് മുഴുവൻ ഇവിടെ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ലേ? അതിലൊരു കോൺഗ്രസിന്റെ രാഷ്ട്രീയമില്ലേ? പറയുന്ന ഓരോ വിഷയങ്ങളും, എടുത്തു പറഞ്ഞ ഓരോ വിഷയങ്ങളും പ്രായമുള്ള ഒരു സ്ത്രീയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്നുള്ള ഒരു ആരോപണം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ആ ആരോപണം ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷേ ഈ പറയുന്നതിനകത്തൊന്നും രാഷ്ട്രീയമില്ല എന്ന് താങ്കൾ കരുതുന്നു? നമ്മുടെ നാട്ടിൽ ആർക്കാണ് രാഷ്ട്രീയം ഇല്ലാത്തത്? പെൻഷൻ കിട്ടേണ്ട കാര്യം പറയുമ്പോൾ പെൻഷനെ കുറിച്ച് പറയും. അപ്പൊ അനുബന്ധമായി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയും. അതൊരു ശ്രീമതി മറിയക്കുട്ടി അവരുടേതായ ഒരു ഭാഷയിൽ അതൊക്കെ പറയുന്നതല്ലാണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നും ഞാൻ കാണുന്നില്ല. അത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം പറയും. അതിലിപ്പോൾ നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യർക്കും, എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയമുണ്ട്. അത് ഏത് രീതിയിൽ വന്നാലും രാഷ്ട്രീയമുണ്ട്. അതിലൊന്നും വലിയ തെറ്റ് കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ വിഷയം മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ മതി. വിഷയം പെൻഷനാണ്. അത് കോടതിയിലെത്തി, കോടതി പറഞ്ഞ നിരീക്ഷണങ്ങൾ അത്രമാത്രം ആലോചിച്ചാൽ മതി. പിന്നെ ശ്രീമതി മറിയക്കുട്ടി ഏത് പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ അവരെന്തോ പറയുന്നു എന്നുള്ളതൊരു വിഷയമുള്ള കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ഒരു നാട്ടുഭാഷയിൽ അവർ കാര്യങ്ങൾ പറയുന്നു, അവരവതരിപ്പിക്കുന്നു. അതിലേത് വ്യാഖ്യാനം വേണേൽ നിങ്ങൾക്ക് കൊടുക്കാൻ കുഴപ്പമില്ല. കുട്ടികളെ തല്ലുന്നു എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ്സുകാരെയാണോ തല്ലുന്നതെന്ന് അപർണ തന്നെ ചോദിച്ചില്ലേ? അപ്പൊ അതൊക്കെ അവര് പത്രം വായിക്കുന്നു, അവർ TV കാണുന്നു, അവർ കാര്യങ്ങൾ അറിയുന്നു, അവരവരുടേതായ ഭാഷയിൽ പറയുന്നു. അത് നമുക്കൊരു വിഷയമല്ലെന്നേ, ചർച്ചാ അല്ല, വിഷയമല്ല. അതിലൊരു വിഷയമുണ്ട് ശ്രീ എൻ ശ്രീകുമാർ. അതിലൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് ഉണ്ട്. അങ്ങനെ ഒരാൾ പറയുക, അയാൾ പൊതുജന മധ്യത്തിൽ വരിക, മാധ്യമങ്ങളുടെ മുന്നിൽ വരിക, കോടതിയിലേക്ക് വിഷയം എത്തുക, പ്രായമുള്ള ഒരു സ്ത്രീയാണ്, നിന്നുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു വിഷയം പറയുക എന്ന് പറയുന്നത് അത് ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡിഫേമേഷനിലേക്ക് പോവുകയാണ്. അതിലൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? അല്ല, അതൊക്കെ നമ്മൾ കണ്ടതല്ലേ, ഇവിടെ എല്ലാം നമ്മൾ കണ്ടതല്ലേ. അവരുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും എത്രയോ വാർത്തകൾ വന്നു, എത്രയോ ചാനലുകൾ അവരെ ഇന്റർവ്യൂ ചെയ്തു. ഇതൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. അത് ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നത്തെ ചർച്ചാ വിഷയം എന്താണ്? ഇവരുടെ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കോടതിയിൽ പോയി, കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തി. ആ നിരീക്ഷണങ്ങളാണ് ചർച്ച. മറ്റുള്ളതൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അത് നമ്മളോട് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? ഇവിടുത്തെ വിഷയം പെൻഷൻ കിട്ടാത്തതാണ്. ആ പെൻഷൻ പിറ്റേന്ന് കൊണ്ട് കൊടുത്തു. അപ്പൊ അവർക്ക് അവരുടെ പെൻഷൻ പൂർണ്ണമായി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചു. അതിനവരെ സഹായിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ പേരൊക്കെ പത്രത്തിൽ വന്നതല്ലേ, അവരെ എത്രയോ പേര് പോയി കണ്ട് സന്ദർശിച്ചതല്ലേ. ഞാൻ പറഞ്ഞ അതൊക്കെ ഒരു സാധാരണ വിഷയമാണ്. പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തെ കോടതി നിരീക്ഷണങ്ങളാണ്. ആ നിരീക്ഷണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കോടതിയുടെ നിരീക്ഷണങ്ങൾ, എന്തുകൊണ്ട് കോടതി അങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് കോടതി അങ്ങനെ നിരീക്ഷിച്ചു, ഇതാണ് വിഷയം. ഓക്കെ, ശ്രീ രാജു വാഴക്കാല, ഒരു വിഷയമുണ്ട്. ആ വിഷയം ഈ മറിയക്കുട്ടി എന്ത് പറയുന്നു എന്നുള്ളതല്ല. അവരൊരു വിഷയം ഉന്നയിക്കുന്നു, അവരൊരു പരാതി ഉന്നയിക്കുന്നു. ആ പരാതിയുമായി കോടതിയിലെത്തുമ്പോൾ കോടതി പറയുന്നത് അവർ പറഞ്ഞതിനനുസരിച്ചാണ്. കോടതി വിമർശിക്കുന്നത് മറിയക്കുട്ടിയല്ല, സർക്കാരിനെയാണ്. സർക്കാർ ധൂർത്ത് നടത്തുന്നു എന്നടക്കം കോടതി പറയുന്നു. മറിയക്കുട്ടി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവരുടെ പ്രായം മാനിക്കൂ. അവർ ആ രീതിയിൽ പറഞ്ഞു പോവുകയാണ്, അവരുടെ വികാരപരമായിട്ട് അവർ പറയുകയാണ് എന്ന് കരുതി വിട്ടുകളയാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കോടതി പറയുന്ന വിമർശനം എന്ന് പറയുന്നത് അത്യന്തം ഗൗരവകരമാണ്. ഒരു മറിയക്കുട്ടിയുടെ വിഷയമായിരിക്കില്ല ചിലപ്പോൾ കോടതി അഡ്രസ്സ് ഉണ്ടാവുക. അങ്ങനെ കണ്ടൂടെ? അപർണ, ഒരു ചർച്ചയിൽ നടക്കുമ്പോൾ പ്രായമായാലും പ്രായമല്ലാത്തവരാണെങ്കിലും തെറ്റായ വസ്തുതയും മോശമായ വാക്കുകളും പ്രയോഗിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു സമീപനം ശരിയല്ല. പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ഞാൻ ഇടപെടുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി CPM-ന്റെ ആണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ ഒരു വസ്തുത മനസ്സിൽ വെക്കാതെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് അവരെ കൊണ്ട് പറഞ്ഞു. അവർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അവർ തന്നെ നേരത്തെ മാധ്യമങ്ങൾ പറഞ്ഞു ഞാൻ കോൺഗ്രസ്സുകാരിയാണെന്ന്. ആ കോൺഗ്രസ്സുകാരി എന്ന നിലയിൽ തന്നെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പിന്നെ അവര് ഒരു മാസം പെൻഷൻ മുടങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഉടനെ ചെന്ന് പെൻഷൻ കൊടുത്തു. അതെന്തുകൊണ്ട്? ഇവിടെ ഞാൻ തൃക്കാക്കര മുനിസിപ്പാലിറ്റി താമസിക്കുന്നവരാ. ഈ മാസ്റ്ററിങ് ചെയ്യാത്തവരും വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ഒരുപാട് പേരെ പെൻഷൻ ഇപ്പം മുടങ്ങിയിട്ടുണ്ട്. അവർ വീണ്ടും ഈ ഇത് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഈ മുടങ്ങിയ പെൻഷൻ കിട്ടും. അതാണ് മുടങ്ങിയ ഒരു മാസത്തെ പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 3-4 മാസത്തെ പെൻഷൻ കിടക്കുന്നുണ്ട്. ഞാൻ പറയാം, ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് ചെലവ് വരുന്നത് 900 കോടിയാണ്.
അത് ആ 900 കോടിയിൽ ഈ കഴിഞ്ഞ 2 വർഷത്തെ കണക്കെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ 502 കോടി നൽകാനുണ്ടെന്ന് ഏപ്രിലിൽ ഞാനെടുത്ത് അത് നിങ്ങൾ മാധ്യമങ്ങൾ വാർത്ത ചെയ്ത ഇത്രയും കേന്ദ്ര സർക്കാർ കൊടുക്കാണ്ട് അങ്ങനെ വിവിധ തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കിട്ടേണ്ട ഫണ്ടിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇപ്പൊ പിണറായി വിജയനെതിരെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അവ ഹൈലൈറ്റ് ചെയ്യും. ഇപ്പൊ ഞാനാണ് ഉൾപ്പെടെയെങ്കിലും. പക്ഷേ വസ്തുതകൾ പറയുമ്പോൾ വസ്തു തെറ്റാണെന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ മറിയക്കുട്ടി എന്ന് മുതലാണ് ഇപ്പൊ ഇത് വന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് കേസിന് പോയിരിക്കുന്നത്. ഇപ്പൊ 4800 രൂപ 3 മാസത്തെ പെൻഷന്റെ കുടിശ്ശിയുണ്ട്. ഇപ്പൊ ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്, ഇദ്ദേഹം ഈ മറിയക്കുട്ടി കേരള ഹൈക്കോടതിയിൽ കേസിന് പോയി. ഒരു ഹൈക്കോടതിയിൽ ഒരു കേസ് റിട്ട് പെറ്റീഷൻ കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ ചെലവ് വരും? ഇതാരായിരിക്കും കൊടുക്കുന്നത്? അതാരെങ്കിലും കൊടുക്കട്ടെ. പക്ഷെ വസ്തുത കോടതിയിലെത്തിയല്ലോ. അപ്പൊ മരുന്ന് വാങ്ങിക്കാൻ സൗകര്യമില്ല, അരി വെട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ല, അതിൽ രാഷ്ട്രീയ പിന്തുണ കിട്ടിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അല്ല, ശ്രീ രാജു വാഴക്കല, രാഷ്ട്രീയ പിന്തുണ അതിനകത്ത് കിട്ടുന്നത് ഒരു കുറ്റം എന്നുള്ള കാര്യമല്ലല്ലോ. കാരണം ഇത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയമാണ്, കോൺഗ്രസ് ഉന്നയിക്കുന്ന വിഷയമാണ് പെൻഷനുമായി ബന്ധപ്പെട്ടുള്ളത്. ഏകപക്ഷീയമായ ചർച്ചയിലേക്ക് പോയിക്കുമ്പോൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി ആണ് നഷ്ടപ്പെടുന്നത്. ചാനലിന്റെ റേറ്റിംഗ് താഴെ 8ാം സ്ഥാനത്താണ് നിൽക്കുന്നത്, അത് താഴേക്ക് പോകും. അത് പോകരുത്. ഈ ചാനൽ ഒരു ചർച്ച ഇതൊരു പ്രശ്നം ഇവിടെ അഭിമുഖീകരിക്കുന്നു. മറിയക്കുട്ടി അതിരുന്ന് പറയുന്നു, ഞാൻ അത് ചോദിപ്പിച്ചെടുക്കുന്നതല്ല, അവരവിടെ ഇരുന്ന് പറയുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിക്കെതിരെ പറയുന്ന വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ പറയുന്ന വിഷയമില്ലാത്ത വിഷയമാണോ പെൻഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയം? കോടതി പറയുന്നതും അങ്ങനെയാണോ? കോടതിയും ഏകപക്ഷീയമായിട്ട് പറയുകയാണോ? അതുകൂടെ അത് പറഞ്ഞാൽ മതി. കോടതി ഏകപക്ഷീയമായി പറയുകയാണോ? അവർ ഉപയോഗിച്ചപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അത് വീണ്ടും ചോദിച്ച് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് ശരിയല്ല. കോടതി, ഞാൻ ചോദിക്കുന്നത് കോടതി അങ്ങനെയാണെങ്കിൽ കോടതി പറയുന്നതും ഏകപക്ഷീയമാണ്. കോടതി ഏകപക്ഷീയമായിട്ടാണ് പറയുന്നത്. ആ വിമർശനം കോടതി എന്തൊരു മോശമാണ്. കോടതി ചോദിക്കുകയാണ്, ആഘോഷങ്ങൾ നടത്താൻ കാശുണ്ടല്ലോ സംസ്ഥാന സർക്കാർ എന്ന് ചോദിക്കുന്നതും അത് ഏകപക്ഷീയമായിട്ടാണെന്ന് പറയുമോ? അതേ കോടതി തന്നെ പറഞ്ഞിട്ട് കോടതി വാക്കാൽ പറയുന്ന കാര്യങ്ങൾ വാർത്തയാക്കരുതെന്നും അത് പൊതു സമൂഹത്തിൽ കൊടുക്കരുതെന്നും കോടതി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോടതി വാക്കാലെ പല കാര്യങ്ങളും പറയുന്നുണ്ട് കോടതിയുടെ കോടതിയുടെ ഉള്ളിൽ. അത് പലതും ഇങ്ങനെ നിങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മറിയക്കുട്ടിക്ക് പെൻഷൻ കിട്ടണം. എന്റെ അമ്മ ഉൾപ്പെടെയൊക്കെ പെൻഷൻ മേടിക്കുന്നവരാ. 12,800 കഴിഞ്ഞ സർക്കാർ പോയപ്പോൾ മേടിച്ച ആളാ. എന്റെ അയലോക്ക് ബോധം കെട്ട് വീണ കാളി ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് അവരൊക്കെ. അപ്പൊ ഇത് അന്നൊന്നും ഈ മറിയക്കുട്ടി കണ്ടു, അതോ ഞാൻ ചോദിക്കുന്നുള്ളൂ. അന്ന് പെൻഷൻ മുടങ്ങി സമ്മതിച്ചു. അന്ന് ഈ മറിയക്കുട്ടിയെ ഇതുപോലെ കൊണ്ടുവരാനും കേസ് കൊടുക്കാനോ ഒന്നും കണ്ടില്ലോ. അന്നും ഇപ്പൊ മറിയക്കുട്ടിയുടെ പ്രായം വെച്ചാൽ 90 വയസ്സെങ്കിലും ഉണ്ടാവും. അന്നത്തെ മറിയക്കുട്ടിക്ക് എന്താ ജീവിക്കാനും സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത്. ഈ അരി വെട്ടി കുറച്ച് റേഷൻ ഇല്ല എന്ന് പറയുന്നത് ചർച്ച ചെയ്തു വരുമ്പോൾ ഇത് ഏകപക്ഷീയമായ സംസ്ഥാന സർക്കാരിനെതിരെ രണ്ടുപേർ അവിടെ നിന്ന് പറയുന്നു, അത് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ചർച്ചകൾക്ക് തന്നെ പ്രസക്തി ഇല്ലാത്ത എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഈ പെൻഷൻ എന്തുകൊണ്ട് ഇത്രയും കുടിശ്ശിക വരാനുള്ള കാരണം യഥാർത്ഥ അതിലേക്ക് വരാം. അതാണ് വസ്തുതയെങ്കിൽ ശരി, അതാണ് വസ്തുതയെങ്കിൽ ശ്രീരാജു വാഴക്കാല, അതാണ് വസ്തുതയെങ്കിൽ നമുക്ക് ആ വസ്തുതയിലേക്ക് വരാം. ശ്രീ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, BJP നേതാവ്, ഇത്രയും നേരമായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇത്ര നേരം പോകാൻ കഴിയാതിരുന്നത് ശ്രീമതി മറിയക്കുട്ടി വന്നതുകൊണ്ടുകൂടിയാണ്. അത് വേറൊരു തലത്തിലേക്ക് പോയതുകൊണ്ട്. വസ്തുത, കേന്ദ്ര വിഹിതം കിട്ടിയിട്ടില്ല. 57,400 കോടിയോളം കേന്ദ്രം തന്നിട്ടില്ല. ഈ കേന്ദ്രം പൈസ തരാതെ സംസ്ഥാന സർക്കാർ എങ്ങനെ കൊടുക്കും? സംസ്ഥാന സർക്കാരിന് ഇത്രയും വലിയ വിഹിതം അതിനകത്തുണ്ട്. കേന്ദ്രം തന്നിട്ടില്ലല്ലോ. കേന്ദ്രത്തിനോടും ചോദിച്ചിട്ടുണ്ട്. കോടതി കേന്ദ്രത്തെയും കൈവിട്ടിട്ടൊന്നുമില്ല. നാളെ കേന്ദ്രത്തിനും വിശദീകരണം നൽകണം. കുറ്റം കേന്ദ്രത്തിന്റെ ഭാഗത്താണ് എന്ന് പറയുന്നതിലില്ലേ ന്യായം? അപർണ, ഇതിലൊരു വലിയ കള്ളക്കണക്കാണ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം GST വിഹിതം കിട്ടാനുണ്ട് എന്ന് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി 12,000 കോടി, 15,000 കോടി, 20,000 കോടി എന്നൊക്കെ പല ഘട്ടങ്ങളിലായി പറഞ്ഞു. പക്ഷേ അതിനുശേഷം പാർലമെൻറ്റിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ അത് വെറും 754 കോടി രൂപയായി. അത് പിന്നീട് കിട്ടിയെന്ന് സമ്മതിക്കേണ്ട സാഹചര്യമുണ്ടായി. പിന്നീട് അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലായി അത് കർഷകരുടെ നെല്ല് സ്വരൂപിക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും കേൾക്കാൻ കഴിയുന്നില്ലേ? ഓ ഉണ്ട്, പറഞ്ഞോളൂ, കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കാൻ കഴിയുന്നില്ലേ? ഉണ്ട്, തീർച്ചയായും. ഓക്കെ. അത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും മറ്റ് ഏത് മേഖലയിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാലും എപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് പണം കിട്ടാനുണ്ട് എന്നൊരു വാദം ഉന്നയിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത്
കണക്കുകൾ നിരത്തിക്കൊണ്ട് ഇത്ര പണം ഞങ്ങൾക്ക് ആ ഹെഡിൽ കിട്ടാനുണ്ട്, ഇത്ര പണം കിട്ടാനുണ്ട് എന്ന് പറയുന്നൊരു സാഹചര്യം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നില്ല. അങ്ങനെ ഒരിക്കൽ അവർ പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി വന്ന് അത് കൃത്യമായി ഇന്ന ഹെഡിലുള്ള പൈസകൾ കൃത്യമായി കിട്ടിയിട്ടുണ്ട്, സംസ്ഥാനത്തിന് കൊടുത്തിട്ടുണ്ട്. കിട്ടാനുള്ള പണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് സംസ്ഥാനത്തിന് പണം കിട്ടാനുണ്ട് എന്ന് പറയുന്നത്. അത് 2022 മാർച്ച് മാസം 31-ാം തീയതി അവസാനിച്ച നമ്മൾ അപേക്ഷ കൊടുക്കേണ്ട, സംസ്ഥാനം എന്നുള്ള നിലക്ക് അപേക്ഷ കൊടുക്കേണ്ട അപേക്ഷ നൽകാത്തത് കൊണ്ട് നമ്മൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പണം ഏതെങ്കിലും ഒരു തരത്തിൽ കിട്ടാനുണ്ട് എന്നുള്ളൊരു വാദം സംസ്ഥാനത്തിനുള്ളത് രാഷ്ട്രീയ വാദം മാത്രമാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാദമില്ല. ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് അങ്ങനെ ഒരു വാദം ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കിട്ടാനുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണക്കായി അവർ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് 91 മുതൽ 95 വരെയുള്ള കാലഘട്ടത്തിലെ 10ാം ധനകാര്യ കമ്മീഷന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകളെ ഇപ്പോഴത്തെ കണക്കുകളുമായി തുലനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 10ാം ധനകാര്യ കമ്മീഷനിൽ ഞങ്ങൾക്കത് കിട്ടിയിരുന്നു, 15ാം ധനകാര്യ കമ്മീഷനിൽ ഇത് കിട്ടുന്നില്ല എന്ന് പറയുന്നൊരു സാഹചര്യമാണ്. 15ാം ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ചിട്ട് ഈ സംസ്ഥാനത്തിന് ഏതൊക്കെ ഹെഡിൽ പൈസ കിട്ടാനുണ്ടോ അതെല്ലാം കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ ധനക്കമ്മി ഇനത്തിൽ കിട്ടാനുള്ള പണം എന്നുള്ള നിലക്ക് കിട്ടാനുള്ള പണം 53,000 ചില്ലാനം കോടി രൂപയാണ്. അത് കേരളത്തിന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. 5 വർഷക്കാലം അത് കിട്ടാൻ 2017 മുതൽ 2022 വരെ അത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നൊരു വാദം നമുക്കില്ല. അത് മുഴുവനായി നമുക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ആ തരത്തിൽ കിട്ടേണ്ട പണം ഒരു ഹെഡിൽ പോലും പണം കിട്ടാനില്ല. ഇപ്പൊ പറഞ്ഞു വരുന്ന ഈ കോടി കണക്കുണ്ടല്ലോ, 57,400 കോടി എന്ന് പറയുന്ന ഒരു കണക്ക്, അങ്ങനെ ഒരു കണക്ക് തന്നെ ഇല്ല എന്നാണോ? അല്ല, അത് രണ്ടാണ്. ഇവർ പറയുന്ന 50,000-ന് മേലെയുള്ള കോടിയും കേന്ദ്ര ഗവൺമെൻറ് 2017 മുതൽ 2022 വരെ കൊടുത്ത പണവും രണ്ടാണ്. അതല്ല ഇവർ പറയുന്നത്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പറയാൻ ആഗ്രഹിക്കുന്നത് GST നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചാണ്. അത് 2022 അവസാനിച്ചു. 2022 ശേഷം അങ്ങനെ ഒരു നഷ്ടപരിഹാര തുക കൊടുക്കാൻ ഒരു സംസ്ഥാനത്തിനും GST കൗൺസിൽ തീരുമാനിച്ചിട്ടില്ല. 5 വർഷക്കാലത്തേക്കായിരുന്നു അത് കൊടുക്കാൻ തീരുമാനിച്ചത്. ബജറ്റിലെ കമ്മി നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചത്. അതിപ്പോൾ നിലവിലില്ല, ആ പദ്ധതി നിലവിലില്ല. പക്ഷേ ഇപ്പോഴും കേരളം ആവശ്യപ്പെടുന്നത് ആ ഇനത്തിൽ ഏതാണ്ട് 12,000 കോടി രൂപ കിട്ടാനുണ്ട് എന്നാണ്. 8,000 കോടി കിട്ടാനുണ്ട്, 12,000 കോടി കിട്ടാനുണ്ട്, ഇങ്ങനെ കണക്ക് പറയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് പറയുന്നത് GST വിഹിതം, നഷ്ടപരിഹാര വിഹിതം 2 വർഷത്തേക്ക് കൂടി വർദ്ധിപ്പിക്കണമെന്നുള്ള. അത് ഒരു സംസ്ഥാനത്തിനുമില്ല. ഒരു സംസ്ഥാനത്തിനുമില്ലാത്ത നമുക്കിങ്ങനെ കിട്ടും. രണ്ടാമത്തത്, നമ്മൾക്ക് 53,000 കോടി കിട്ടി 2017 മുതൽ 2022 വരെ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം പകുതിയോളം സംസ്ഥാനങ്ങൾക്ക് ഒരു വിഹിതവും കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ആ സംസ്ഥാനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളോ? അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 15ാം ധനകാര്യ കമ്മീഷൻ വന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടേണ്ട എല്ലാ നഷ്ടപരിഹാരങ്ങളും കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഫണ്ട് കിട്ടാനില്ല. ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിൽ കള്ളക്കണക്ക് നിരത്തിക്കൊണ്ട് കണക്ക് പറയുക. ഞാൻ ചോദിക്കുന്നത് ഈ നിലപാടായിരിക്കും. അതായത് ഈ വിഹിതം കൊടുക്കായികയില്ല, അങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കുകയല്ല കേന്ദ്ര സർക്കാർ, സംസ്ഥാനം പറയുന്ന ഈ വാദത്തിൽ കഴമ്പില്ല എന്ന രീതിയിലുള്ള ഒരു നിലപാടായിരിക്കും നാളെ കോടതിയിൽ കേന്ദ്രം അവതരിപ്പിക്കുക, അറിയിക്കുക. അങ്ങനെയാണ് താങ്കളൊരു പ്രതീക്ഷ അല്ലേ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ സംസ്ഥാനത്തിന് കിട്ടാനുള്ള പണത്തെ സംബന്ധിച്ചും സംസ്ഥാനം ചോദിക്കാത്ത ഫണ്ടിനെ സംബന്ധിച്ച്, ചോദിക്കാത്തതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അപേക്ഷ നൽകാത്തതിനെ സംബന്ധിച്ചും സ്വാഭാവികമായും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കണക്കുകൾ കൃത്യമായിരിക്കണമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയതിനു ശേഷം നമ്മുടെ രാജ്യത്തെ ഫണ്ടിങ് സംവിധാനവും ആ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാനത്തിന് പണം കിട്ടിയിട്ടില്ല എന്നവർ പറഞ്ഞാൽ അതിനൊരു കണക്ക് വേണ്ടേ? കിട്ടാത്തതിനൊരു കണക്ക് വേണ്ടേ? ആ കണക്ക് നമ്മൾ രാഷ്ട്രീയം പറയുന്ന പോലെ കവലപ്രസംഗം നടത്തുന്ന മാതിരി നമുക്ക് പറയാൻ സാധിക്കുമോ ഒരു കോടതിയിൽ? കണക്കുകൾ ബോധ്യപ്പെടുത്തണ്ടേ? അപ്പോൾ സംസ്ഥാനത്തിന് കിട്ടാനുള്ള വിഹിതം 15ാം ധനകാര്യ കമ്മീഷൻ്റെ വിഹിത വിഭവത്തിൻ്റെ വിതരണം അനുസരിച്ച് നമുക്ക് കിട്ടാനുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ കിട്ടാനില്ല, അങ്ങനെ പണം കൊടുക്കാനില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സാമൂഹിക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന് പണം കിട്ടാനുണ്ട് എന്നൊരു കള്ളക്കണക്ക് പറഞ്ഞു. എന്താ അതിനെ സംബന്ധിച്ചത്? അങ്ങനെ ഒരു പണം കേരളത്തിൽ കിട്ടാനില്ല. കിട്ടാനുള്ള പണം കിട്ടിക്കഴിഞ്ഞു. ഉദാഹരണത്തിന് സംസ്ഥാന ഗവൺമെൻറ് പറയുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്നില്ല. കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ എക്സസ് കടമാണ് എടുത്തിട്ടുള്ളത്. 30,000 കോടിയാണ് നമ്മളുടെ കടം എടുക്കാനുള്ള സംസ്ഥാനത്തിൻ്റെ പരിധിയായി നിലവിലുള്ളത്. അതിൽ നിന്ന് നമുക്കൊരു 0.5% 5,000 കോടി കൂടി എടുക്കാം. അങ്ങനെ വരുമ്പോൾ 35,000 കോടി എടുക്കാം. നമ്മൾ 36,000 കോടി എടുത്തു കഴിഞ്ഞിരിക്കാൻ.
പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് കടമെടുപ്പിൻ്റെ പരിധി വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുക? അപ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ച്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച്, അത് കിട്ടാനുണ്ട് എന്നുള്ള കണക്കുകളെ സംബന്ധിച്ച് കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ല, അതിൻ്റെ കാരണം കേന്ദ്രമാണ്. ഞങ്ങൾക്ക് KSRTCയുടെ ശമ്പളം കൊടുക്കാനില്ല, അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കാനില്ല, അതിൻ്റെ കാരണം കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആരോട് പറയാൻ കൊള്ളാം? സാമൂഹികമായി നമുക്ക് ജനാധിപത്യ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഉദാഹരണത്തിന് KSRTC നഷ്ടത്തിൽ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് പണം കിട്ടാത്തതുകൊണ്ടാണെന്ന് പറയാൻ ശ്രമിക്കുന്നത് പോലെയാണിത്. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീ വേണുഗോപാൽ, കടമെടുപ്പ് പരിധി കഴിഞ്ഞു, GST നഷ്ടപരിഹാരം കൊടുക്കുന്ന ആ പദ്ധതി അവസാനിച്ചു. ഇതെല്ലാം നിലനിൽക്കുന്ന സമയത്ത് ഇനി കേന്ദ്രം ഇനിയും തരാനുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് ഒരു ഭാഗം പറയുക, കേന്ദ്രം തരാനുണ്ടെന്ന് സംസ്ഥാനം പറയാം. ഈ രണ്ട് വശത്തുനിന്നും ആ രീതിയിൽ പറയുമ്പോൾ പിന്നെയുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ഈ ക്ഷേമ പെൻഷനെ അങ്ങ് നിർത്തുക എന്നുള്ളതായിരിക്കുമോ? തീർച്ചയായിട്ടും ക്ഷേമ പെൻഷൻ നിർത്താൻ പറ്റില്ല. കാരണം അല്ല, ഞാനതൊരു സർക്കാസം എന്ന രീതിയിൽ ചോദിച്ചതാണ്. അല്ല, ഞാനതൊരു കളിയാക്കുന്ന ഒരു അതിനായിട്ട് അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കേന്ദ്ര വിഹിതം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കേന്ദ്രത്തിലെ വിഹിതം വാങ്ങിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഒരു ക്യാബിനറ്റ് റാങ്കുള്ള നമ്മുടെ KV തോമസ് മാഷിനെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് എന്ത് ലേസോൺ ആണ് അവിടെ നടത്തിയിട്ടുള്ളതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇത്ര ഭാരിച്ച തുക മുടക്കി അവിടെ ഒരു ഓഫീസ് ഫംഗ്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ സാധാരണ ഗതിയിൽ കേന്ദ്രം ചിലപ്പോൾ വെട്ടിക്കുറയ്ക്കാം. കാരണം മറ്റ് സംസ്ഥാനങ്ങൾ, BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ ചിലപ്പോൾ വെട്ടിക്കുറവുണ്ടാവാം. ആ വെട്ടിക്കുറവ് മാറ്റുന്നതിനാണ് നമ്മളവിടെ ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരാളെ അവിടെ വെച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് കണക്ക് അവിടെ കൊടുക്കണം. ഒരു കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ് ഇതെന്നല്ല, ഏത് ഒരു കോഴിമുട്ടയുടെ കേസാണെങ്കിൽ പോലും അത് അവരൊരു ക്വസ്റ്റ്നെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്നെയറിലെ മുഴുവൻ കാര്യങ്ങളും ആൻസർ ചെയ്താലേ അടുത്ത വിഹിതം തരുള്ളൂ. അത് പെൻഷൻ മാത്രമല്ല, ഇനി നമ്മുടെ റോഡിൻ്റെ പണിയല്ല, പിന്നെ മരുന്ന് വാങ്ങിക്കുന്നതിനുള്ള പൈസ ആയാൽ പോലും കേന്ദ്രത്തിന് ഒരു നോംസ് ഉണ്ട്. ആ നോംസ് കറക്റ്റായിട്ട് നമ്മൾ അവിടെ കൊടുത്തില്ല. അതാണ് നിർമ്മല സീതാരാമൻ പല പ്രാവശ്യം നമ്മുടെ സർക്കാരിനെ കളിയാക്കിയത്. ഈ കണക്ക് തന്നിട്ടില്ല, ആ കണക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ് കൊടുക്കാത്തത്, ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഇടവരുത്താതിരിക്കാനാണ് നമ്മൾ ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരാളെ അവിടെ വെച്ചിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. പിന്നെ നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ കാര്യം, ക്ഷേമ പെൻഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു അവകാശം തന്നെയാണ്. ഞാനത് ഇവിടെ ശ്രീ വാലക്കാട് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, അവകാശം തന്നെയാണ്. കാരണം ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ 2003 കേരളത്തിനൊരു ഓൾഡ് ഏജ് പിന്നെ കെയർ പോളിസി ഉണ്ടാക്കി. അത് 2006 പബ്ലിഷ് ചെയ്തത്. അതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എക്കണോമിക് സ്റ്റെബിലിറ്റിയാണ് ഒരു വാർദ്ധക്യകാലത്ത് ഒരാൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ. എക്കണോമിക് സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വയസ്സുകാലത്ത് അവർക്ക് നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. വളരെ തുച്ഛമായൊരു തുകയാണ് നമ്മൾ പിന്നെ ക്ഷേമ പെൻഷനായിട്ട് കൊടുക്കുന്നത്. ആ പെൻഷൻ പോലും അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ, അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, നമ്മൾ അതായത് ദരിദ്രരിൽ ദരിദ്രരെന്നോ നിരാലംബരിൽ നിരാലംബരോ എന്ന് പറയുന്നവർക്കാണ് നമ്മൾ ഈ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ സ്കീമിൻ്റെ ഓരോ പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന കണ്ടീഷനുകളെല്ലാം അതാണ്. കെട്ടിടത്തിൻ്റെ വലിപ്പം, പിന്നെ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യാനില്ലാത്ത, ഇങ്ങനെ എല്ലാ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നിരാലംബരായവർക്ക് കൊടുക്കുന്ന ആ പെൻഷൻ മുടങ്ങാൻ പാടില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് വാങ്ങിക്കേണ്ട ബാധ്യതയും കേരളത്തിനാണ്. അത് നമ്മൾ ഹൈക്കോടതിയിൽ പരാതിയല്ല പറയേണ്ടത്, ഹൈക്കോടതിയിൽ ശരിക്കും ഇതിൻ്റെ കണക്ക്, സുപ്രീം കോടതിയിൽ ഇതിൻ്റെ കണക്കാണ് കൊടുക്കേണ്ടത്. ഞങ്ങൾ ഇത്ര എമൗണ്ടിൻ്റെ ബാധ്യത അവിടെ നിൽക്കുന്നു, അതിൻ്റെ കണക്കുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് കേന്ദ്രം തന്നിട്ടില്ല എന്ന് കേരള ഗവൺമെന്റിന് സുപ്രീം കോടതി പറയാൻ കഴിയും. അതൊക്കെ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. N. ശ്രീകുമാർ, പ്രതിപക്ഷം നിൽക്കുമ്പോൾ കോൺഗ്രസ് സംസ്ഥാന സർക്കാരിനൊപ്പമാണ് നിൽക്കേണ്ടത്. ജനങ്ങൾക്ക് എതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു. നിങ്ങൾ കൂടെ നിൽക്കുന്നില്ലല്ലോ, കൂടെ നിൽക്കുകയാണല്ലോ വേണ്ടെന്നാണ് എന്ത് വിമർശനം വരുമ്പോഴും ഇടതുപക്ഷം പറയുന്നത്, സർക്കാർ പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത്, മന്ത്രിമാർ പറയുന്നത്. അത് വളരെ ശരിയായ ചോദ്യമാണ്. പക്ഷെ പ്രതിപക്ഷം പറയുന്നൊരു കാര്യമുണ്ട്, 10 രൂപ കിട്ടാനുണ്ടെങ്കിൽ അത് പിരിച്ചെടുക്കണം. അത് പിരിച്ചെടുക്കുന്നതിന് പകരം 100 രൂപയുടെ ധൂർത്ത് നടത്തരുത്. അത് ഗവൺമെന്റ് സമ്മതമല്ല. ഇപ്പോൾ കേരളത്തിലെ 19 MP UDF നിന്ന് ജയിച്ചു, ഒരാൾ പിന്നെ അപ്പുറത്ത് പോയി, 18 MP ഈ 18 MP ഫലപ്രദമായി ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. അവർ സാധാരണ രീതിയിൽ MP യോഗം 2-3 മാസം കൂടുമ്പോൾ വിളിക്കും. അതായത് ഫോണിൽ വിളിക്കുകയല്ല, തിരുവനന്തപുരത്ത് വിളിച്ച് ചർച്ച ചെയ്യും. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ 5-6-7 വർഷം ഈ കഴിഞ്ഞ 2019 ശേഷം എത്ര MP യോഗം തിരുവനന്തപുരത്ത് ഇരുന്നിട്ടുണ്ട്? എൻ്റെ അറിവിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഏതോ 1-2 വട്ടം കാണുമായിരിക്കാം.
അപ്പോൾ അവിടെ പ്രശ്നം എന്താ വെച്ചാൽ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. കാരണം കേന്ദ്രത്തെ കുറ്റം പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ചെലവാക്കുന്ന പണം, ആ ചെലവാക്കുന്ന പണം എന്ന് വെച്ചാൽ എന്താണ്? അനാവശ്യമായി ചെലവാക്കുന്നത്. ഇപ്പൊ കേരളീയം പരിപാടി നടത്തി ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കലാകാരന്മാർക്ക് പണം കൊടുത്തിട്ടില്ല. ഇത് ഇന്നത്തെ വാർത്തയാണ്. അതുപോലെ ഈ നവകേരള യാത്രയെ കുറിച്ചുള്ള ഇതില് അതിൽ എത്ര ചെലവായി? അതിന് ഉത്തരവില്ല. അപ്പൊ ഇങ്ങനെ ഉത്തരം കിട്ടാതാകുമ്പം ഒരു കൂട്ടർക്ക് ഇങ്ങനെ എന്താ പറയാ ധൂർത്ത് കൊണ്ടു നടക്കാൻ വേണ്ടി മാത്രം പ്രതിപക്ഷം സപ്പോർട്ട് ചെയ്യണോ? കാനൻ രാജേന്ദ്രൻ പറഞ്ഞ കാര്യം എനിക്കിവിടെ പറയാനുള്ളത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തോട് ഒരിക്കല് ഒരു കോൺക്ലേവിൽ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, ഈ പ്രതിപക്ഷം പറയുന്ന നല്ല കാര്യങ്ങളെ നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടെന്ന്. അപ്പൊ അദ്ദേഹം ഒരു ഉത്തരം പറഞ്ഞു, പ്രതിപക്ഷം പറയുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ രണ്ട് മുന്നണിയായിട്ട് നിൽക്കണ്ടല്ലോ എന്ന്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ പ്രതിപക്ഷത്തിന്റെ ആണെങ്കിലും ഭരണപക്ഷത്തിന്റെ ആണെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിനൊപ്പം നിൽക്കണം. ഇത് പ്രതിപക്ഷ കേരളത്തോട് അവഗണന, കേരളത്തിന്റെ എം പിമാർ ഞങ്ങളെ സഹായിക്കുന്നില്ല എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി അവരെ വിളിക്കണം. മുഖ്യമന്ത്രി വിളിച്ചിട്ട് പറയുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. എന്തിനാണ് കേരളീയം നടത്തിയത്? ഉത്തരവില്ലല്ലോ. എന്തിനാണ് നവകേരള സദസ്സ്? ഇപ്പൊ 2 കോടി രൂപയുടെ ബസ് എന്തിനാണ്? ആ ചോദ്യത്തിന് ഉത്തരവില്ല. അപ്പൊ അവര് പറയുന്നത് എന്തിനാണ്? ഞങ്ങൾ ജനങ്ങളെ കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ജനങ്ങളെ കണ്ടിട്ട് എന്ത് ഗുണമുണ്ടായി? ഇത്രയും ദിവസം 32 ദിവസമായിട്ട് യാത്ര കഴിഞ്ഞു. ഏത് പരാതി പരിഹരിച്ചു? നിനക്ക് ഉത്തരം പറയണം. ഓക്കെ, റൈറ്റ്. ഞാൻ ഒരിക്കൽ കൂടി മറിയക്കുട്ടി നമുക്കൊപ്പം ചേരുമോ? മറിയക്കുട്ടി, എന്തായാലും കോടതി ഇടപെട്ടിരിക്കുന്നു വിഷയത്തിനകത്ത്. നാളെ സർക്കാർ ഉത്തരം പറയണം. മറിയക്കുട്ടി കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ട്. നാളെ കേന്ദ്രവും ഇതിനകത്തൊരു മറുപടി പറയും, സംസ്ഥാനവും ഒരു മറുപടി പറയും. പ്രശ്നം എന്തായാലും പരിഹരിച്ചേക്കും വരും സമയങ്ങളിൽ നിന്നൊരു പ്രതീക്ഷയുണ്ട് അല്ലേ? നല്ലോണം വിശ്വാസമുണ്ട് കോടതിയെ. പ്രയാസങ്ങൾ മാറും. ക്രിസ്മസ് ആഘോഷിക്കാവുന്ന രീതിയിലേക്ക് പെൻഷൻ കയ്യിൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതൊന്നും ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. അതായത് ഞാൻ ചോദിക്കുന്നത് എനിക്കൊന്നും പറയാനുണ്ട്. അയാക്കടെ പെമ്പർനാഥിയുടെ സ്ത്രീനൊന്നും ഞങ്ങൾക്ക് വേണ്ട. അയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീനുണ്ടല്ലോ. അല്ല, നമുക്ക് ആ രീതിയിൽ സംസാരിക്കണ്ട. അല്ല, അത് വേണ്ട മറിച്ചെടുത്ത് ആ രീതിയിൽ സംസാരിക്കണ്ട. അത് മോശമല്ലേ? നമുക്ക് ആ രീതിയിൽ സംസാരിക്കണ്ട. അയാളുടെ സ്ത്രീനെ ഞങ്ങൾക്ക് വേണ്ട. അയാളുടെ സ്ത്രീനെ നല്ല ഞങ്ങൾ വെക്കണേ. അയാളെ പോലെ ഫുൾ അവകാശമുണ്ട് ഞങ്ങൾക്ക് കേരളത്തില്. ഈ മണ്ണി ജനിച്ചാലേ ഞങ്ങള് അയാള് ഈ മണ്ണി ജനിച്ചാ ഞങ്ങളെ പോലെ തുല്യ അവകാശം അയക്കുമ്പോ ആവശ്യമുള്ളൂ. അപ്പുറം ഒന്നും പറയണ്ട. ഓക്കെ, ശരി. ഞാൻ എന്തായാലും അതിനകത്ത് ഇടപെട്ട് ഇനി ഒരു വൈകാര്യപരമായിട്ട് കൂടുതൽ ഭാഷ പ്രയോഗങ്ങളിലേക്ക് കടക്കുന്നത് ശരിയല്ല. അതല്ല ഒരു ചർച്ചയുടെ മര്യാദ. പക്ഷെ ഏത് രീതിയിലാണ് ഈ പറച്ചിലേക്ക് പോയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇല്ലാത്ത സ്വത്തുണ്ടെന്ന് പാർട്ടി പത്രത്തിൽ എഴുതുക, പിന്നീട് അത് തിരുത്തി മാപ്പ് പറയുക, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടായ ഒരു സംഭവം ഇതിനകത്തുണ്ട്. എന്തായാലും കോടതി പറഞ്ഞിരിക്കുന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. കോടതി അതേത് രീതിയിൽ കണ്ടിരിക്കുന്നു. കോടതി വിമർശനാത്മകമായിട്ട് തന്നെ സർക്കാരിനോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തുത്തരമാണ് വരുന്നത് എന്നുള്ളത് വിഷയമാവുകയും ചെയ്യുന്നു. അതിനൊപ്പം ഈ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇതിനകത്ത് പരിപൂർണമായിട്ട് രാഷ്ട്രീയമില്ലാത്ത ആരോപണം മാത്രമാണോ ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യം കൂടി പുറത്തു വരട്ടെ. അതുകൂടി ആൾക്കാർ അന്വേഷിക്കട്ടെ, ആലോചിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. ഏതായാലും വളരെയധികം നന്ദി. സമയപരിമിതി കൊണ്ടാണ് ശ്രീ രാജു വാഴക്കാല, പി കൃഷ്ണദാസ്, എൻ ശ്രീകുമാർ, ശ്രീ MS വേണുഗോപാൽ, ഒപ്പം മറിയക്കുട്ടി ചേർത്തയും നമുക്കൊപ്പം ചേർത്തതിന് പൂർണ്ണമാകുകയാണ് സ്പെഷ്യൽ ഡിബേറ്റ്. നമസ്കാരം.